ഹായ് മക്കളെ, എല്ലാവർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ശ്രീനാഥ് ബോലെയുടെ ബ്രേക്കിംഗ് ദ ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ ചാപ്റ്ററിന്റെ രണ്ടാം പാർട്ടിലേക്കാണ് പോകുന്നത്. എന്താണ് ശ്രീനാഥ് ബോല തന്റെ പഠന കാലഘട്ടത്തിൽ നേരിട്ട പ്രശ്നം എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. When I completed my 10th grade with over 90% marks, I wanted to study science at AP State Board. However, I was told I could only take arts because I was impaired. I did not consider myself visually impaired but visually challenged. I was not allowed to pursue my passion due to the perception of others. Rather than accept this, I decided to sue the government. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് ഇവിടെയായിരുന്നു. 10th ഗ്രേഡിൽ 90% കൂടി അദ്ദേഹം പാസ്സായി. അദ്ദേഹത്തിന് ആഗ്രഹം ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ബോർഡിൻ്റെ കീഴിൽ സയൻസ് ഹയർ സെക്കൻഡറി പഠിക്കണമെന്നായിരുന്നു. എന്നാൽ ആർട്സ് മാത്രമേ അദ്ദേഹത്തിന് അനുവദിച്ച് ലഭിച്ചുള്ളൂ. കാരണം അദ്ദേഹം ഇമ്പയേർഡാണ്, വിഷ്വലി ഇമ്പയേർഡാണ് എന്നാണ് പറഞ്ഞപ്പെടുക. എന്നാൽ അദ്ദേഹം ഒരിക്കലും താനൊരു വിഷ്വലി ഇമ്പയേർഡാണ്, താനൊരു അന്ധനാണ്, വൈകല്യമുള്ളവനാണെന്ന് അദ്ദേഹം കണ്ടെത്തില്ല. വിഷ്വലി ചാലഞ്ച്ഡ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. ഐ വാസ് നോട്ട് അലൗഡ് ടു പെർസ്യൂ മൈ പാഷൻ ഡ്യൂ ടു ദ പെർസെപ്ഷൻ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ പെർസെപ്ഷൻ അനുസരിച്ച്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടനുസരിച്ച് എൻ്റെ സ്വപ്നത്തെ തള്ളിക്കളയാൻ ഞാൻ തയ്യാറായിരുന്നില്ല. പകരം ഞാൻ എന്ത് ചെയ്തു? ഡിസൈഡഡ് ടു സ്യൂ ദ ഗവൺമെൻറ്. സർക്കാരിന് ഒരു പരാതി നൽകാൻ തീരുമാനിച്ചു. ആഫ്റ്റർ 6 months ഓഫ് ലീഗൽ ബാറ്റിൽ ഐ റിസീവ്ഡ് എ ഗവൺമെൻറ് ഓർഡർ അലോവിങ് മീ ടു സ്റ്റഡി സയൻസ്. ബട്ട് അറ്റ് മൈ ഓൺ റിസ്ക്, ഡെസ്പൈറ്റ് ദ ലാക്ക് ഓഫ് റിസോഴ്സസ്, ഐ വർക്ക്ഡ് ഹാർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെൻറ്റർ. ഷീ റെക്കോർഡഡ് മൈ ടെക്സ്റ്റ് ബുക്ക് ഓൺ ഓഡിയോ and I scored 98% in my exams. These prove that anyone, regardless of their impairment or challenges, can achieve great things. After 6 months of legal battle എന്ന് പറഞ്ഞാൽ നിയമയുദ്ധം, ലീഗൽ ബാറ്റിൽ നിയമയുദ്ധം. അപ്പോൾ കോടതിയിൽ സർക്കാരുമായിട്ട് 6 മാസത്തോളം നിയമയുദ്ധത്തിന് ശേഷം ഐ റിസീവ്ഡ് ഗവൺമെൻറ് ഓർഡർ. എനിക്ക് സർക്കാരിൻ്റെ ഓർഡർ ലഭിച്ചു. അലോവിങ് മീ ടു സ്റ്റഡി സയൻസ്. സയൻസ് പഠിക്കാൻ എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? അലോവിങ്, അനുവദിച്ചിരിക്കുന്നു. ബട്ട് അറ്റ് മൈ ഓൺ റിസ്ക്. പക്ഷേ അത് എന്ത് മാത്രമാണ്? നിങ്ങളുടെ സ്വന്തം റിസ്കിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് ഹെൽപ്പൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നർത്ഥം. ഡെസ്പൈറ്റ് ദ ലാക്ക് ഓഫ് റിസോഴ്സ്. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഉറവിടം, ലാക്ക് എന്ന് പറഞ്ഞാൽ കുറവ്. അപ്പോൾ റിസോഴ്സിൻ്റെ ഉറവിടങ്ങളുടെ കുറവുണ്ടെങ്കിലും ഐ വർക്ക്ഡ് ഹാർഡ്. ഞാൻ കഠിനമായി അധ്വാനിച്ചു. കാരണം മറ്റുള്ള കുട്ടികളുടെ കൂടെ തന്നെ അതേപോലെ തന്നെയാണ് ഞാൻ പഠിക്കുന്നത്. എന്നാൽ എനിക്ക് കണ്ണിന് കുറവുണ്ട് അല്ലെങ്കിൽ കാഴ്ചയില്ല എന്നുള്ള വസ്തുതയുമുണ്ട്. എങ്കിലും ഞാൻ കഠിനമായി അധ്വാനിച്ചു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മെൻറ്റർ. ഒരു മെൻറ്ററുടെ സഹായത്തോടു കൂടി, മെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സഹായി തന്നെയാണ് അല്ലേ. ഷീ റെക്കോർഡഡ് മൈ ടെക്സ്റ്റ് ബുക്ക് ഓൺ ഓഡിയോ. കണ്ടു വായിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ അവർ ഓഡിയോ റെക്കോർഡ് ചെയ്തു തന്നു. ഐ സ്കോർഡ് 98% ഇൻ എക്സാം. അങ്ങനെ ഞാൻ പരീക്ഷയിൽ 98% മാർക്ക് നേടി. ദിസ് പ്രൂവ് ദാറ്റ്. ഇത് തെളിയിച്ചു. എന്ത് തെളിയിച്ചു? എനിവൺ, ആർക്കും ഇത് സാധിക്കും. റിഗാർഡ്ലെസ് പരിഗണിക്കാതെ. ദിസ് പ്രൂവ് ദാറ്റ് എനിവൺ റിഗാർഡ്ലെസ് ഓഫ് ദെയർ ഇമ്പയർമെൻറ്റ് ഓർ ചാലഞ്ചസ് ക്യാൻ അച്ചീവ് ഗ്രേറ്റ് തിങ്സ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് തെളിയിക്കപ്പെട്ടു? ഒരു വ്യക്തി ഇമ്പയേർഡ് ആണെങ്കിലും, ചാലഞ്ചസ് ഉള്ള, വൈകല്യമുള്ള വ്യക്തിയാണെങ്കിലും, എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലും ഹി ക്യാൻ അച്ചീവ് ഗ്രേറ്റ് തിങ്സ്. അവൻ എന്ത് ചെയ്യാൻ കഴിയും? വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ വിജയം നേടിയെടുക്കാൻ അവന് സാധിക്കും എന്ന് ഇതിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. However, my journey did not end there. When it was time to apply to top engineering college like IIT, I was told that I could not sit for the competitive exam because of my blindness. If IIT did not want me, I decided I did not want either it. I applied to top schools in United States and was accepted into MIT, Stanford, Berkeley
and Carnegie Mellon. I chose to attend MIT, becoming the first international blind student in its history. However, എന്നിരുന്നാലും my journey did not end there. എൻ്റെ യാത്ര അവിടെ അവസാനിച്ചില്ല. When it was time to apply top engineering college, ഏറ്റവും ഉന്നതിയിലുള്ള മികച്ച എഞ്ചിനീയറിംഗ് കോളേജിൽ അപ്ലൈ ചെയ്യാനുള്ള സമയമായപ്പോൾ, IIT പോലുള്ള സ്ഥാപനങ്ങൾ ജോയിൻ ചെയ്യാനായപ്പോൾ, ഐ വാസ് ടോൾഡ് ഐ കുഡ് നോട്ട് സിറ്റ് ഇൻ കോമ്പറ്റേറ്റീവ് എക്സാം. ഇതിൻ്റെ എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്ക് എനിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. കാരണം മൈ ബ്ലൈൻഡ്നെസ്, എൻ്റെ അന്ധത തന്നെയായിരുന്നു. ഇഫ് IIT ഡിഡ് നോട്ട് വാണ്ട് മീ, IITക്ക് എന്നെ വേണ്ടെങ്കിൽ ഐ ഡിസൈഡഡ് ഐ ഡിഡ് നോട്ട് വാണ്ട് ഈദർ, ഞാൻ തീരുമാനിച്ചു എനിക്ക് അവരെയും വേണ്ട എന്ന്. ഐ അപ്ലൈഡ് ടു ടോപ്പ് സ്കൂൾസ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഞാൻ അമേരിക്കയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു. ധാരാളം കോളേജുകൾ അത്തരത്തിൽ അഡ്മിഷൻ നൽകുന്ന സ്റ്റേറ്റിലുണ്ട്. ആക്സെപ്റ്റഡ് MIT, സ്റ്റാൻഫോർഡ്, ബെർക്ക്ലി ആൻഡ് കാർണേജ് മെല്ലൺ. ഇവിടെയെല്ലാം ഞാൻ അപ്ലൈ ചെയ്തു, അവരെല്ലാം ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഐ ചൂസ് ടു അറ്റൻഡ് MIT. ഞാൻ അങ്ങനെ MITയിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. മസാച്യൂസെറ്റ് ആണ് MIT എന്ന് പറയുന്നത്. ബിക്കമിങ് ദ ഫസ്റ്റ് ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻറ് ഇൻ ഹിസ്റ്ററി. അങ്ങനെ ചരിത്രത്തിലെ ആദ്യത്തെ MITയിൽ ജോയിൻ ചെയ്യുന്ന ബ്ലൈൻഡ് സ്റ്റുഡൻറ് ഞാനായി മാറി. While at MIT, I began to think deeply about my future. അങ്ങനെ MITയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കെ ഞാൻ എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചു തുടങ്ങി. ഷുഡ് ഐ ജസ്റ്റ് ഗെറ്റ് മാരീഡ്, സെറ്റിൽ ഡൗൺ ആൻഡ് വർക്ക് ഇൻ ദ കോർപ്പറേറ്റ് അമേരിക്ക? നോ, ഐ വാണ്ടഡ് ടു സോൾവ് ദ പ്രോബ്ലംസ് ഐ ഹാഡ് ഫേസ്ഡ്. ഞാൻ ജസ്റ്റ് അമേരിക്കയിൽ സെറ്റിൽ ആവാൻ തന്നെയാണോ തീരുമാനിക്കുന്നത്? ഇതാണോ എൻ്റെ ഫ്യൂച്ചർ? എന്താണ് ഞാൻ എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചത്? ഷുഡ് ഐ ജസ്റ്റ് ഗോട്ട് മാരീഡ്, അമേരിക്കയിൽ നിന്ന് ഞാൻ വിവാഹം കഴിക്കുകയും അവിടെ സ്ഥിര താമസിക്കുകയും ചെയ്തതോടുകൂടി ഈ കോർപ്പറേറ്റ് മുതലാളിത്ത ഈ ഒരു അമേരിക്കയിൽ ജീവിതം ഇനി സ്ഥിരമാക്കുകയാണോ വേണ്ടത്? നോ, ഐ വാണ്ടഡ് ടു സോൾവ് ദ പ്രോബ്ലം ഐ ഹാഡ് ഫേസ്ഡ്. അതല്ല എൻ്റെ തീരുമാനം. എനിക്ക് എന്ത് ചെയ്യണമായിരുന്നു? ഞാൻ അനുഭവിച്ച പോലെയുള്ള പ്രോബ്ലംസ് പരിഹരിക്കണമായിരുന്നു. വൈ ഷുഡ് ബ്ലൈൻഡ് ചിൽഡ്രൻ ബി മെയ്ഡ് ടു സിറ്റ് ഇൻ ദ ലാസ്റ്റ് ബെഞ്ച്? ഞാനിങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ട് ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾ ലാസ്റ്റ് ബെഞ്ചിൽ ഇരുത്തപ്പെടുന്നു? വൈ ഷുഡ് 10% ഓഫ് ഇന്ത്യസ് പോപ്പുലേഷൻ ഹു ആർ ഡിസേബിൾഡ് ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദി എക്കോണമി? ഇന്ത്യയിലെ ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ജനസംഖ്യ, ഇന്ത്യൻ ജനസംഖ്യയിൽ 10% ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളാണ്, വൈകല്യമുള്ളവളാണ്. അപ്പോൾ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ എന്തുകൊണ്ട് ഇന്ത്യയുടെ എക്കോണമിയിൽ നിന്ന്, സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആവുന്നു? എക്സ്ക്ലൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുക, അതിൻ്റെ ഓപ്പോസിറ്റ് എക്സ്ക്ലൂഡ്, പുറത്താക്കപ്പെടുക. അപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് എന്തുകൊണ്ട് ഇവർ പുറത്താക്കപ്പെടുന്നു? എങ്ങനെ ഞാൻ ചിന്തിച്ചു. These questions lead me back to India. അപ്പോൾ these questions, ഈ ചോദ്യങ്ങൾ led me, എന്നെ നയിച്ചു എവിടേക്ക്? to back to India, ഇന്ത്യയിലേക്ക് തന്നെ. where I returned, give up all the opportunity in corporate America. ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? റിട്ടേൺ, ഇന്ത്യയിലേക്ക് തിരിച്ചു പോരാൻ. ആൻഡ് ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപേക്ഷിക്കുക. ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ, അമേരിക്കയിൽ എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഒക്കെ ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. കാരണം അമേരിക്കയിലെ ദ ഫസ്റ്റ് ബ്ലൈൻഡ് എഞ്ചിനീയറാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ടു ബിൽഡ് എ സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ഫോർ ഡിസേബിൾഡ്. ഇന്ത്യയിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വി എസ്റ്റാബ്ലിഷ്ഡ് എ പ്ലാറ്റ്ഫോം, Boland Industries, together with my partner to find, rehabilitate, nurture and reintegrate disabled individuals into society rather than separate them from it. We established, എങ്ങനെ ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ഇൻസ്റ്റാൾ ചെയ്യുക, സ്ഥാപിക്കുക, സെറ്റപ്പ് ചെയ്യുക, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. എന്താണ്? ബോലാൻ ഇൻഡസ്ട്രി എന്നാണ് അതിൻ്റെ പേര്. ഞാനും എൻ്റെ പാർട്ട്ണറും കൂടിയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ആർക്ക് വേണ്ടിയിട്ടാണ്? റീഹാബിലിറ്റേറ്റ്, പുനരധിവാസിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് നർച്ചർ ചെയ്യാൻ വേണ്ടി, പരിപാലിക്കാൻ വേണ്ടി, അവരുടെ കഴിവുകൾ റീഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട്. റീഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പുനരുജ്ജീവിപ്പിക്കുക, നർച്ചർ എന്ന് പറഞ്ഞാൽ പരിപാലിക്കുക, വളർത്തിക്കൊണ്ടുവരിക, ലെറ്റ് ഗ്രോ എന്ന റീഹാബിലിറ്റേറ്റ്, പുനരധിവാസം.
ആരെ? ഡിസേബിൾഡ് ഇൻഡിവിജ്വൽ. സമൂഹത്തിലെ ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികളെ അവരുടെ കഴിവുകൾ കണ്ടെത്തി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും അവരെ കഴിവുള്ളവരാക്കുകയും ചെയ്യുക, അവർക്കൊരു കൈത്തൊഴിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നാണ്. അപ്പോൾ അവർ സൊസൈറ്റിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാതെ, റദർ ദാൻ സെപ്പറേറ്റ് ഫ്രം ഇറ്റ്, സൊസൈറ്റിയിൽ നിന്ന് അവരെ സെപ്പറേറ്റ് ചെയ്യാതെ സൊസൈറ്റിയിൽ ഒരു ഇൻഡിവിജ്വലായി തന്നെ അവരെ കീപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തി വരുന്നത്. We have supported over 3,000 students in education, vocational rehabilitation, sports and much more. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു? 3000-ഓളം വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിലും വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കരകൗശലം എന്ന് പറഞ്ഞാൽ, വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും മാനുവലോ ടെക്നിക്കൽ ജോബാണ് അല്ലെ, തൊഴിൽ. അപ്പോൾ തൊഴിലധിഷ്ഠിത പുനരധിവാസം, ഇതാണ് വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ. തൊഴിലധിഷ്ഠിത പുനരധിവാസം, സ്പോർട്സ് ആൻഡ് മച്ച് മോർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങൾ 3000 സ്റ്റുഡൻസിനെ എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്തു. അവർ കമ്പനി നൗ എംപ്ലോയീസ് ഓവർ 150 ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസ്. ഞങ്ങളുടെ കമ്പനി ഇപ്പോൾ 150-ലധികം ഡിസേബിൾഡ് ആയിട്ടുള്ള വൈകല്യമുള്ള കുട്ടികളെ അല്ലെങ്കിൽ വ്യക്തികൾക്ക് തൊഴിൽ നൽകുന്നുണ്ട്. ഇറ്റ് ഗ്രോസ് ഓവർ $1 million ഇൻ സെയിൽസ്. ഈ കമ്പനി ഇപ്പം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഗ്രോ അല്ലേ, അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് ഡോളറുകൾ എന്ത് ചെയ്യുന്നു? വരുമാനമുള്ള ഒരു കമ്പനിയെ വളർന്നുകൊണ്ടിരിക്കുക. ബട്ട് വി ആർ സ്റ്റിൽ അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ്, അവർ ഗ്രോത്ത് മച്ച് മോർ ടു ഡു. എന്നാൽ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ വളർച്ചയുടെ ഗ്രോത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ്, പ്രാഥമിക ഘട്ടത്തിൽ, തുടക്കത്തിൽ മാത്രമാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഐ വാണ്ട് ടു ലീവ് യു വിത്ത് 3 lessons. ഞാൻ ഇവിടെ നിങ്ങൾക്ക് 3 പാഠങ്ങൾ അല്ലെങ്കിൽ 3 ലെസൺസ് ആണ് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ്, ഒന്നാമത്തത് ഷോ ദ കമ്പാഷൻ ആൻഡ് ഹെൽപ്പ് അതേഴ്സ് ത്രൈവ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തത് എന്താണ്? കമ്പാഷൻ ആൻഡ് ഹെൽപ്പ് അതേഴ്സ് ത്രൈവ്. മറ്റുള്ളവർക്ക് വളരാൻ സഹായിക്കുക അല്ലെ, സഹായം നൽകുക, അവരുടെ സഹാനുഭൂതി കാണിക്കുക എന്നുള്ളതാണ്. ട്രൂ വെൽത്ത് ഡസ് നോട്ട് കം ഫ്രം മണി ബട്ട് ഫ്രം ഹാപ്പിനെസ് ഓഫ് അതേഴ്സ് എന്നാണ്. യഥാർത്ഥ സമ്പത്ത് ഉണ്ടാവുന്നത് എവിടെ നിന്നല്ല? പണത്തിൽ നിന്നല്ല സമ്പത്ത് ഉണ്ടാവുന്നത്. പിന്നെ എന്തിൽ നിന്നാണ്? ഹാപ്പിനെസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നിന്നാണ് യഥാർത്ഥ സമ്പാദ്യം നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് സെക്കൻഡ്, രണ്ടാമത്തെ കാര്യം പറയാൻ പോകുന്നത്, റിമൂവ് ദ ലോൺലെസ് ഫ്രം ദ പീപ്പിൾസ് ലീവ്സ് ആസ് ഇറ്റ് ഈസ് ദ വേസ്റ്റ് ഫോം ഓഫ് പോവേർട്ടി. അപ്പോൾ ആളുകളുടെ ജീവിതത്തിൽ അവരുടെ ലോൺലെസ്, അവരുടെ ഏകാന്തത അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. പോവർട്ടിയേക്കാൾ, ദാരിദ്ര്യത്തെക്കാൾ കൂടുതൽ ഏറ്റവും വലിയ അവസ്ഥ എന്ന് പറയുന്നത് ഏകാന്തതയാണ്. ഫൈനലി, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, റിമെമ്പർ ദാറ്റ്, നിങ്ങൾ എന്ത് ഓർക്കുക? ഡു സംതിങ് ഗുഡ്, യു വിൽ ബി ദ ഫസ്റ്റ് ബെനിഫിറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ? ഡൂയിങ് സംതിങ് ഗുഡ് എന്ന, മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ലെസൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും പാഠങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നാണ് ശ്രീകാന്ത് ബോല പറയുന്നത്. The world may look at me and say, Srikanth, you can do nothing. But I look at the world and say, I can do anything. Thank you. അപ്പോൾ ശ്രീകാന്ത് പോലെ തൻ്റെ സ്പീച്ച് കൺക്ലൂഡ് ചെയ്യുന്നത് എന്താ? ലോകം എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഞാനൊരു അന്ധനല്ലേ, അതുകൊണ്ട് ശ്രീകാന്ത് നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ലോകത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഐ ക്യാൻ എനിത്തിങ്, എനിക്ക് എന്തും, ഐ ക്യാൻ ഡു എനിത്തിങ്, എനിക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ലോകത്തിനോട് പറയാൻ സാധിച്ചു. അപ്പോൾ ഇത്രയാണ് ശ്രീകാന്ത് ബോലയുടെ ഈ ഒരു ചാപ്റ്റർ. ഇതുമായി ബന്ധപ്പെട്ടുള്ള വർക്കാണ് ഇനി നമുക്ക് അടുത്ത വീഡിയോ ലെസണിൽ പഠിക്കാനുള്ളത്. വീണ്ടും അടുത്ത ലെസണുമായി കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.